നമസ്കാരം. യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധിയെ മുസ്ലിം ലീഗ് പരിഗണിക്കുന്നു. ഇവിടെ പൊന്നാനി സീറ്റിലേക്ക് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഫോർമുലകളൊക്കെ മാറുന്നു, രാഷ്ട്രീയ തീരുമാനങ്ങൾ മാറുന്നു. മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് ഉറപ്പുകൊടുത്ത സ്ഥിതിക്ക് ടി മുഹമ്മദ് ബഷീറിനെയോ അബ്ദുൽ സമദ് സമദാനിയോ ആരെങ്കിലും ഒരാളെ രാജ്യസഭയിലേക്ക് വിടാൻ തീരുമാനിക്കുന്നു. പകരം വരുന്ന ഒരാളെ മലപ്പുറത്ത് മത്സരിപ്പിക്കുന്നു. പൊന്നാനിയിലെ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനെ പരിഗണിക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ വിവരം മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്. ആരാണ് ഫൈസൽ ബാബു? എന്താണ് മുസ്ലിം ലീഗിൽ സംഭവിക്കുന്നത്? നാളെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാടുകളുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട ചർച്ച നാളെയാണ് നടക്കുന്നത്. അപ്പൊ നാളത്തെ ചർച്ചയിൽ അധികമായി കിട്ടിയ രാജ്യസഭാ സീറ്റിലേക്ക് ടി മുഹമ്മദ് ബഷീറിനെയോ അല്ലെങ്കിൽ അബ്ദുൽ സമദ് സമദാനിയോ പരിഗണിക്കും. അബ്ദുൽ സമദ് സമദാനി മുൻ രാജ്യസഭ MP ആണ്. ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ പാർലമെന്റേറിയൻ ആണ്. ഇപ്പൊ രണ്ടിലൊരാളെ രാജ്യസഭയിലേക്ക് വിടും. എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ടി തന്നെ രാജ്യസഭയിലേക്കും അബ്ദുൽ സമദ് സമദാനി മലപ്പുറത്ത് നിന്ന് ലോക്സഭയിലേക്കും മത്സരിക്കാനാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ ഒരു യുവജന പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു യൂത്ത് പ്രാതിനിധ്യം എന്ന നിലയിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയെ പൊന്നാനിയിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് ശ്രമം. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി വിഭാഗവുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് തിരൂര് പരിഗണിച്ചിരുന്നു. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന നിയോജക മണ്ഡലമാണ് തിരൂര് പരിഗണിച്ചിരുന്നു. അവസാനം ലീഗിലെ ചില സമവാക്യങ്ങൾ കാരണം മാറിപ്പോവുകയായിരുന്നു. അതുപോലെ തന്നെ ഫൈസൽ ബാബുവിനൊപ്പം തന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് K ഫിറോസ്, അതുപോലെ തന്നെ M ഷംസുദ്ദീൻ, നമ്മുടെ മണ്ണാർക്കാട് MLA, ഇവരെയൊക്കെ പരിഗണിക്കുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സംസ്ഥാന പ്രസിഡന്റിന് അദ്ദേഹം നിയമസഭയാണ് ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹം MLA ആയി മന്ത്രിയായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് പാർലമെന്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഷംസുദ്ദീൻ MLA മണ്ണാർക്കാട് വിട്ടുവരുമെന്നുള്ള കാര്യത്തിലും തീരുമാനം പറയാനൊക്കത്തില്ല. അദ്ദേഹം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നാലത്തെ ഒരു ബൈ ഇലക്ഷൻ വരും. ബൈ ഇലക്ഷൻ ചിലപ്പോൾ LDF തൂത്തുവാരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അദ്ദേഹം വിട്ടുവരില്ല. അങ്ങനെ വരികയാണെങ്കിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിലേക്ക് തന്നെ വരും. ഇത് MK മുനീർ അല്ലെങ്കിൽ KM ഷാജി പക്ഷത്തിലെ ഒരാൾക്ക് വേണമെന്നുള്ള സീറ്റ് വേണമെന്നുള്ള അതിഗൂഢമായ ഗ്രൂപ്പിസം ഒക്കെ അകത്ത് കളിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഷാജിക്ക് സീറ്റിന് വേണ്ടിയുള്ള വാദം അവിടെ നടന്നേക്കാം. എന്നാലും തങ്ങളാണ് അവസാന വാക്ക് എന്നുള്ളത് കൊണ്ടും തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഗ്രൂപ്പിൽപ്പെട്ട ആളായതുകൊണ്ടും ഫൈസൽ ബാബുവിന് തന്നെ സീറ്റ് കൊടുക്കാനാണ് പൊന്നാനിയിൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ ടി മുഹമ്മദ് ബഷീർ രാജ്യസഭ MP ആയിട്ടും മലപ്പുറം MP ആയിട്ട് അബ്ദുൽ സമദ് സമദാനിയും പൊന്നാനിയിൽ നിന്ന് ഹംസക്കെതിരെ LDFന്റെ ലീഗിൽ നിന്ന് രാജിവെച്ചു പോയി ഇപ്പോൾ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഹംസക്കെതിരെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവും വരും. ഈ ഹംസ EP സുന്നി വിഭാഗത്തിന്റെ പിന്തുണ ഉള്ള ആളാണെന്ന് പറയുന്നു. പക്ഷെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനാണ് സുന്നി ഭൂരിപക്ഷ ഔദ്യോഗിക പക്ഷത്തിന്റെ കൂടുതൽ പിന്തുണയും അതുപോലെ തന്നെ സമസ്തയുടെ പിന്തുണയൊക്കെ ഉള്ള ആളാണ് ഫൈസൽ ബാബു എന്ന് പറയുന്നത്. ദേശീയ തലത്തിലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അക്രമവും അതുപോലെ തന്നെ വർഗീയ ലഹളകളും ഒക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചത് ഫൈസൽ ബാബു ആണ്. അദ്ദേഹം ഡൽഹിയിലും മറ്റു പ്രദേശങ്ങളിലും UPയിലെ തന്നെ പല പ്രദേശങ്ങൾ സന്ദർശിക്കുക അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെയാണ് ലീഗിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ MSFന്റെ യൂത്ത് ലീഗിന്റെ ഒക്കെ വലിയൊരു മികച്ച പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുകയും പൊന്നാനി ഇപ്പോൾ അബ്ദുൽ സമദ് സമദാനിയോ ടി മുഹമ്മദ് ബഷീറോ ആണെങ്കിൽ ഒരു തർക്കവുമില്ലാതെ ഇനി വന്നേക്കാവുന്ന പൊന്നാനി വീണ്ടും ഒരു മത്സര ചൂടിലേക്ക് എത്തുകയാണ്. കാരണം ഹംസ മുൻ ലീഗുകാരനാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അവിടെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനെ പോലെ ഒരു പുതുമുഖം വരുന്നു, യൂത്ത് ലീഗിന്റെ നേതാവ് വരുന്നു. ലീഗിന് ഭയങ്കര ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ ഒട്ടുമാറ്റി കുത്താനുള്ള സാധ്യതയൊക്കെ കൂടുതലാണെങ്കിലും ലീഗ് നേതൃത്വം ശക്തമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഫൈസൽ ബാബു തന്നെ ഒരു കന്നി അംഗത്തിൽ തന്നെ MP ആയി പാർലമെന്റിന്റെ പടിക്കെട്ടുകൾ ചവിട്ടിക്കേറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതുമുഖങ്ങൾ വരട്ടെ. അങ്ങനെ ലീഗുകാരും തലമുറ മാറ്റത്തിലേക്ക് വരികയാണ്. തലമുറകൾ മാറട്ടെ, യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന് ഈ രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹംസയാണ് എതിരാളി,
ഇനി BJP-ക്കാരുടെ കയ്യിൽ നിന്ന് CPM വല്ല വോട്ടുകളോ വല്ലതും വാങ്ങുകയോ അല്ലെങ്കിൽ ലീഗുകാർക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഫൈസൽ ബാബുവിന് ഈ രാഷ്ട്രീയം ഒന്നും അധികം അറിയാത്ത ആളാണെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ രീതിയിൽ രാഷ്ട്രീയ ചതുരംഗ കലയിൽ ഇറങ്ങാത്ത ആളാ. എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ലീഗുകാരെ. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ രാഷ്ട്രീയം. തീർച്ചയായും ആ ചെറുപ്പക്കാരനെ വിജയിപ്പിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം. കാരണം യുവാക്കളൊക്കെ പോട്ടെന്നേ, സമുദായത്തിൽ നിന്ന് യുവാക്കൾ വളർന്നു വരട്ടെ. നാളെ ഒരു കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ ഒരു സമദാനി അല്ലെങ്കിൽ ഒരു ET അല്ലെങ്കിൽ ഒരു അഹമ്മദൊക്കെ ചെറുപ്പക്കാർ വളർന്നു വന്നാലേ ഉണ്ടാവത്തുള്ളൂ. അവർ വളർന്നു വരട്ടെ, അവരെ ജയിപ്പിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഹംസയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഇതൊന്നും ജയിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. അത് സമസ്തയും സുന്നി ഔദ്യോഗിക വിഭാഗവും ഒക്കെ ഫൈസൽ ബാബുവിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും യൂത്ത് ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ പുതിയ തലമുറ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും.